ഉമാ തോമസ് എം.എൽ.എയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശാവഹമായ പുരോഗതി. മകന്റെയും ഡോക്ടർമാരുടെയും നിർദ്ദേശങ്ങളോട് എം.എൽ.എ പ്രതികരിച്ചു. തലയുടെയും നട്ടലിൻ്റെയും പരിക്കുകളിലും പുരോഗതിയുണ്ട്. അതേസമയം അപകടത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. സ്റ്റേഡിയത്തിൽ പരിപാടി നടത്തിയത് അനുമതിയില്ലാതെയാണെന്ന് കൊച്ചി കോർപ്പറേഷൻ. സ്റ്റേഡിയത്തിൽ നിന്നും വീണ് പരിക്കേറ്റ എം.എൽ.എ ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയെന്ന ഡോക്ടർമാർ. രാവിലെ കണ്ണു തുറന്ന എം.എൽ.എ മക്കളെ തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ വെന്റിലേറ്ററിൽ കഴിയുന്ന എം.എൽ.എ അപകടനില തരണം ചെയ്തെന്ന് പറയാൻ കഴിയില്ലെന്നും ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യത വെല്ലുവിളിയായി മുന്നിലുണ്ടെന്നും ഡോക്ടർമാർ. 7 മണിയായപ്പോൾ മാഡം അവേക്കായി. അപ്പോൾ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. വായിൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്, മോശമായിട്ടില്ല. ആൻഡ് ഇനി നമ്മളുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ. ഇനിയിപ്പോൾ നല്ലൊരു ചതവ്, 3 റിബ്സ് ഇവിടെയും ഇവിടുത്തെ ഒരു റിബും പൊട്ടിയത് കൊണ്ട് ഉണ്ടാവുന്ന ലങ്സിൽ ഉണ്ടാവുന്ന ചതവും, ആൻഡ് ആസ്പിറേഷൻ, ബ്ലഡ് നല്ലോണം ക്ലോട്ട് ചെയ്തിട്ട് ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അർദ്ധാബോധാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വിഴുങ്ങൽ, കുറേ ബ്ലഡ് ലങ്സിൽ പോയിട്ടുണ്ട്. നമ്മൾ കുറച്ചൊക്കെ എടുത്ത് കളഞ്ഞു, എന്നാലും കുറേ ഈ അറ്റത്ത് കിടക്കുന്നത് നമുക്ക് എത്തത്തില്ല ബ്രോങ്ക് വെച്ചിട്ട്. അപ്പോൾ അത് അബ്സോർബ് ചെയ്ത് തന്നെ പോകണം ആൻറ്റിബയോട്ടിക് കൊണ്ട്. അപ്പോൾ നമ്മുടെ പേഷ്യൻ്റ് ഈസ് സ്റ്റിൽ ഓൺ വെന്റിലേറ്റർ. ഗുരുതരാവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ ഗുരുതരാവസ്ഥ തന്നെയാണ്. അതിൽ നിന്ന് മാറണമെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറി 24 മണിക്കൂർ കഴിയണം. കണ്ണു തുറക്കാനും കൈകാലുകൾ അനക്കാനും പറഞ്ഞപ്പോൾ അമ്മ അതിനോട് പ്രതികരിച്ചുവെന്ന മകൻ വിഷ്ണു. പറഞ്ഞ റെസ്പോണ്ട് ചെയ്യണുണ്ട്. സ്ലോലി ആണെങ്കിലും കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പം കണ്ണ് തുറന്നു. പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി. അപ്പം ഞാൻ മറ്റേ കൈയും കൂടെ പൊക്കാൻ പറഞ്ഞു. അപ്പം 2 കൈയും മാറി മാറി പൊക്കി. കാലൊന്ന് പൊക്കാൻ പറഞ്ഞു, കാല് പൊക്കി. പിന്നെ മറ്റേ കാല് പൊക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കൈ പിടിക്കാൻ പറഞ്ഞു. കൈ പിടിച്ചപ്പോൾ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ മുറുക്കെ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ച് മുറുക്കെ ട്രൈ ചെയ്തു. അതേസമയം കലൂർ സ്റ്റേഡിയത്തിൽ വൻ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന സംയുക്ത പരിശോധനാ റിപ്പോർട്ട്. സ്റ്റേജ് നിർമ്മിച്ചത് അപകടകരമായെന്നും അധികമായി നിർമ്മിച്ച ഭാഗത്തിന് വേണ്ട ഉറപ്പുണ്ടായിരുന്നില്ലെന്നും പോലീസും ഫയർഫോഴ്സും പൊതുമരാമത്ത് വിഭാഗങ്ങളും തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ നടൻ സിജോയ് വർഗീസിന്റെയും ദിവ്യ ഉണ്ണിയുടെയും അടക്കമുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തും. കൈരളി ന്യൂസ്, കൊച്ചി.